തൃശൂരിലെ വോട്ട് കൊള്ളയ്ക്ക് ഇരട്ട വോട്ടർ ഐഡികളും വ്യാപകമായി ഉപയോഗിച്ചെന്ന് തെളിഞ്ഞു. വോട്ടർ പട്ടികയിൽ തിരുകി കയറ്റിയവരിൽ പലർക്കും ഒന്നിൽ കൂടുതൽ വോട്ടർ ഐഡികളുണ്ടെന്ന് മീഡിയ വൺ അന്വേഷണത്തിൽ കണ്ടെത്തി. സുരേഷ് ഗോപിയുടെ സഹോദരനും കുടുംബത്തിനും ഇരട്ട ID കാർഡുകളുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ അനേകം BJP നേതാക്കളും പ്രവർത്തകരും തൃശൂരിൽ വോട്ട് ചേർത്തത് രണ്ടാം വോട്ടർ ID ഉപയോഗിച്ചാണ്. ഒരു ഇന്ത്യൻ പൗരന് ഒരു ID കാർഡ് മാത്രമേ ഉണ്ടാകൂ. അതിനൊരു എപ്പിക് നമ്പറും. ഒരു സ്ഥലത്ത് നിന്ന് വോട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ മേൽവിലാസത്തിൽ മാറ്റം വരും. എന്നാൽ ID കാർഡിൻ്റെ നമ്പറിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. എന്നാൽ തൃശ്ശൂരിലെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇത് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ വോട്ടർ ഐഡികളാണ്. മേൽവിലാസം കൊല്ലത്തും മറ്റൊന്ന് തൃശ്ശൂരും. ഭാര്യ റാണിക്കുമുണ്ട് ഇരട്ട ID. രണ്ടാളുടെയും പേരിൽ ചില്ലറ വ്യത്യാസങ്ങൾ. രണ്ടാമത്തെ ID തൃശ്ശൂരിൽ വോട്ട് ചേർക്കാനായി ഉണ്ടാക്കിയതാണെന്ന് വ്യക്തം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന് മലപ്പുറത്തും തൃശ്ശൂരും ID കാർഡുകളുണ്ട്. ഉണ്ണികൃഷ്ണന്റെ ന്യായീകരണം അതിലേറെ വിചിത്രം. അല്ല, 2 ID കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും പരാതികളും പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കട്ടെ എന്ന്. ഇവരിൽ ഒതുങ്ങുന്നതല്ല ഇരട്ട പ്രമുഖരുടെ പട്ടിക. തൃശ്ശൂരിലെ കൗൺസിലർ ആതിരയുടെ ഭർത്താവിന് കാസർഗോഡും തൃശ്ശൂരും വ്യത്യസ്ത നമ്പറുകളിലുള്ള ID കാർഡുകളുണ്ട്. 2 ID കാർഡുകൾ കൈവശം വെക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു ID കാർഡേ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ID കാർഡ് ആര് വെച്ചാലും അത് വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. 2 ID കാർഡുകൾ ഉണ്ടെങ്കിൽ 2 വോട്ടറായാണ് പരിഗണിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകി നിരവധി പേർ 2 ID കാർഡുകൾ സ്വന്തമാക്കിയെന്ന വിവരങ്ങൾ ലഭിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ എടുക്കുന്നില്ല. സാജിദ് അജ്മൽ, മീഡിയ വൺ, തൃശൂർ.